വിശദമായ വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പുതിയ തൊഴിലുറപ്പ് ബില്ല് രാജ്യസഭയും പാസാക്കി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നേരത്തെ ബില്ലിനെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. The question is that the bill be passed. Those in favor will please say aye. Aye. Those against will please say no. No. I think the ayes have it. The ayes have it. The ayes have it. The bill is passed. Harnessing what? The bill is passed. വിവരങ്ങളുമായി രഞ്ജിൻ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ലോക്സഭയ്ക്ക് പുറമെ ഇപ്പോൾ രാജ്യസഭയിലും തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് പാസാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അടക്കം ഒരു എതിർപ്പ് മറികടന്നാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കേന്ദ്രം കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കർത്തു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ രാജ്യസഭയിലും ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. പുതിയ തൊഴിലുറപ്പ് ബില്ല് VBG റാംജി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ബില്ലാണ് ഇപ്പോൾ രാജ്യസഭയും പാസ്സാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ബില്ലുമായി സംബന്ധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോൾ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭയിൽ ഈ ഒരു ബില്ല് വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ബില്ലിനെതിരെ എതിർത്തിരുന്നു. അതായത് മഹാത്മാഗാന്ധി എന്ന പേര് തന്നെ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മാറ്റിയേ, മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റി എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഈ ഭരണപക്ഷം അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റുകയല്ല ചെയ്തത്, പകരം പുതിയ ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഈ ചൗഹാൻ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇത്തരത്തിൽ പുതിയൊരു തൊഴിൽ നിയമം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുന്നു, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, അതിനുവേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു പേര് മാറ്റം നിർദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ബില്ലുമായി സംബന്ധിച്ച് നിരവധി പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പുതിയ ബില്ല് വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന അലവൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്ന ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഇനി അങ്ങോട്ട് 60-40% എന്നിങ്ങനെ വ്യത്യാസത്തിലായിരിക്കും ഈ ഒരു പദ്ധതി വരിക. അതായത് 60% കേന്ദ്രമാണെങ്കിൽ 40% വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് പുതിയ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 100% അലവൻസിൽ നിന്ന് 60% കേന്ദ്രമാണെങ്കിൽ 40% അതാത് സംസ്ഥാനങ്ങൾ വഹിക്കണം. അത് വടക്കൻ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെയല്ല, മറിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിൽ 40% അലവൻസ് വഹിക്കണം എന്നൊരു കാര്യമുള്ളത്. അത് മാത്രമല്ല, 40% അലവൻസ് സംസ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ പോലും പദ്ധതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണമായ അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിനായിരിക്കും എന്നും കൂടി ഈ ബില്ലിൽ പറയുന്നുണ്ട്. എന്തായാലും 100 ദിവസമാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ ഒരു ടേം തൊഴിലുറപ്പ് പദ്ധതിയുടെ സമയം എന്നുണ്ടെങ്കിൽ അത് 100 നിന്ന് 120 ഉയർത്താനും പദ്ധതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുമായി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ബില്ല് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ലോക്സഭയിൽ ഈ ഒരു ബില്ല് ഉന്നയിച്ച സമയത്ത് തന്നെ നമുക്കറിയാം ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബില്ല് പാസ്സാക്കണം എന്നൊരു കാര്യമായിരുന്നു ഭരണപക്ഷത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ബില്ല് ലോക്സഭ പാസ്സാക്കിയതിന് പിന്നാലെ ഉച്ചയോടുകൂടി തന്നെ രാജ്യസഭയിലേക്കും ബില്ല് രാജ്യസഭയും പരിഗണിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ രാജ്യസഭയിലും ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് അർദ്ധരാത്രിയോടെ തന്നെ പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബില്ല് പാസ്സാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വകവയ്ക്കാതെയാണ് ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയതായി അല്ലെങ്കിൽ രാജ്യസഭ അറിയിച്ചത്. പിന്നാലെ ഈ രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഇത്തരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MP-മാരടക്കം തന്നെ നടുത്തളത്തിൽ ഇറങ്ങുകയും മറ്റും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബില്ല് ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിലവിൽ വരും നിലവിൽ വരും. എന്തായാലും പുതിയ ബില്ല് ഇന്നലെ തന്നെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുകയാണ്, ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടുകൂടി
കൂടി ബില്ല് പാസ്സാക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അത് എന്തായാലും സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒരു ബില്ല് പരിഗണിക്കവേ ഈ ഒരു പ്രതിപക്ഷം ഈ ഒരു ബില്ലിന്റെ പേപ്പറൊക്കെ വലിച്ചു കീറി എറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പീക്കറെ മറച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്പീക്കറെ മറയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ എംപിമാരൊക്കെ തന്നെ ഇതിന് ശക്തമായി തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും അതെല്ലാം തന്നെ വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ആ ബില്ല് നിലവിൽ വരും. രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയ ശേഷം ഇന്ന് എന്തായാലും സഭ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. 10 മണിക്കൂർ 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് സഭ പാസ്സാക്കിയത്. എന്തായാലും പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധിക്കാൻ തന്നെയാണ് സമീപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും നിലവിൽ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. കർത്തു രഞ്ജിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കണക്കിലെടുക്കാതെ തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബില്ല് നിലവിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. പ്രതിപക്ഷം കോൺഗ്രസ് എംപിമാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കടക്കുന്നു എന്നൊരു സൂചന തന്നിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ അരങ്ങേറാനുള്ള സാഹചര്യമുണ്ട്. രാജ്യവ്യാപകമായി തന്നെ ഇതിനെ എതിർക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു അലവൻസിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിലുള്ള ഈ ഒരു പുതിയ ഭേദഗതി എന്ന് പറയുന്നത് കൂടുതൽ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ബില്ല് തന്നെയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ കൂടുതലായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. അതായത് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു പുതിയ ബില്ല് അവർ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ചെയ്തിരുന്നത്. അത്തരത്തിൽ എന്തായാലും ഇനി രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് നിരവധി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു അലവൻസിന്റെ കാര്യം 40% അലവൻസ് എന്ന് പറയുമ്പോൾ 1600 കോടി രൂപയാണ് പ്രതിവർഷം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കണക്കാക്കേണ്ടത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായും സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. കോൺഗ്രസും അത്തരത്തിൽ ഈ ഒരു ഇതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഈ ഒരു സഭയിൽ ഈ ഒരു ബില്ല് പരിഗണിച്ച സമയത്ത് ശിവരാജ് സിംഗ് ചൗഹാന്റെ അടുത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇത്തരത്തിൽ സാധാരണക്കാരെ മറന്നുകൊണ്ട് ഒരു ബില്ല് പാടില്ല, അല്ലെങ്കിൽ സാധാരണക്കാരെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണപക്ഷം അല്ലെങ്കിൽ BJP ബില്ലുമായി മുന്നോട്ട് വരുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ സാധാരണക്കാരെ മറന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിക്കുന്നുണ്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബില്ലിനെതിരെ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. കാർത്തു ശരി, പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പുതിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയിലും പാസ്സാക്കിയിരിക്കുകയാണ്. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമടക്കം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു രാജ്യസഭയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ബില്ലിനെതിരെ പ്രതിപക്ഷമടക്കം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിലവിൽ വരും. ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. രഞ്ജിൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.